السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله النبي الكريم أما بعد. സഹോദരങ്ങളെ, സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അള്ളാഹു ഇതിനേക്കാൾ ഉത്തമമായ ഒരു സദസ്സ് ഉന്നതരിൽ അത്യുന്നതരായ സലഫ് സാലിഹുകൾക്കൊപ്പം വിശിഷ്ടമായ സ്വർഗരാജ്യത്തിൽ ഒന്നിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഗുരുനാഥന്മാർ, ആദർശ ബന്ധുക്കൾ, നേതാക്കന്മാർ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ദഅവത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരന്മാർ എല്ലാവർക്കും അള്ളാഹു ഇരു ലോകത്തും സകല അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ നമുക്കെല്ലാം അറിയാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം, ശാന്തി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. എല്ലാവർക്കും അറിയാം. ഒരാള് ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതത്തിൽ അംഗമായി എന്നാണ് അർത്ഥം. ഇസ്ലാം എന്ന പദം തന്നെ ഉണ്ടായിരിക്കുന്നത് സലാം എന്ന പദത്തിൽ നിന്നാണ്. സലാം എന്ന് പറഞ്ഞാൽ രക്ഷ, ശാന്തി, സമാധാനം. അലൈഹിസ്സലാം. അതുകൊണ്ടാണ് വിശ്വാസികൾ പരസ്പരം കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്. എന്താ എൻ്റെ അർത്ഥം? അള്ളാഹുവിന്റെ രക്ഷയും ശാന്തിയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ. ഇപ്പോൾ ഒരാൾ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ തന്നെ അവൻ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുന്ന, അല്ലെങ്കിൽ അവൻ കാരണം മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കുന്ന ഒരു സംഘത്തിൽ അവൻ അംഗമായി എന്നതിൻ്റെ ഉദ്ദേശം തന്നെ. ഒരാൾ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ, അന്നുവരെയും അയാളെ കൊണ്ട് ഉണ്ടായിരുന്ന എല്ലാ ഉപദ്രവങ്ങളും നീങ്ങി അയാൾ ഉപകാരത്തിന്റെ, പരോപകാരത്തിന്റെ ഒരു സംഘത്തിൽ അംഗമായി എന്നാണ് അതിനർത്ഥം. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ എത്രയോ വലിയ, ചരിത്രത്തിൽ അറിയപ്പെടുന്ന വില്ലാളി വീരന്മാരായി അങ്ങേറ്റം തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികളെപ്പോലും ഞെട്ടിവിറപ്പിച്ചിരുന്ന വലിയ പരാക്രമികൾ ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടി പിന്നീട് ഒരു പുതിയ ചരിത്രം ആരംഭിക്കുകയാണ്. എന്താ? അന്ന് വരെയും അവർ ജനങ്ങൾക്കൊരു വലിയ തലവേദന, ഒരു വലിയ ഭീതിയായിരുന്നുവെങ്കിൽ ആ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടി പിന്നീട് അവർ തികച്ചും ജനോപകാരികളായി, സമൂഹത്തിന് ഉപകരിക്കുന്നവരായി മാറിത്തീരുന്ന ചരിത്രമാണ് നമ്മൾ കണ്ടത്. എത്രയോ ഉദാഹരണങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ. രണ്ടാം ഖലീഫ അമീർ അൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാലത്ത് പറഞ്ഞിരുന്നത് എന്താ? ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാൽ പോലും എന്നെ അതിന് കിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അത്രയും വലിയ പരാക്രമത്തിന്റെ വർത്തമാനം പറഞ്ഞ മനുഷ്യനാണ്. പക്ഷേ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിന്റെ ഖലീഫയായി അധികാരത്തിലേക്ക് നിയോഗിക്കപ്പെട്ടപ്പോൾ പിന്നീട് ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. എത്രത്തോളം? അങ്ങ് ഇറാഖിലെ യൂഫ്രട്ടീസിന്റെ തീരത്തെങ്ങാണം ഒരു മനുഷ്യനല്ലാത്ത ഒരു സാധാരണ ജീവി, ഒരു പൂച്ചക്കുട്ടിയാണെങ്കിൽ പോലും അതുപോലും പട്ടിണി കിടന്ന് മരിക്കാൻ പാടില്ല. അതിന്റെ പേരിൽ അള്ളാഹുവിനോട് സമാധാനം ബോധിപ്പിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് അത്രത്തോളം ആലോചിക്കുകയും ചിന്തിക്കുകയും കരയുകയും ചെയ്ത ഖലീഫയായി മാറി. അപ്പൊ ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടി നമ്മുടെ അവസ്ഥകൾ മാറുകയാണ്, മാറേണ്ടതാണ്. അതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ലോകത്ത് ശാന്തിയും സമാധാനവും നിർവഹിക്കാൻ വേണ്ടി, അതിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട സമൂഹമാണ് മുസ്ലിമീങ്ങൾ. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം മുസ്ലിം സമൂഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടയോട്ടം നടത്തി, മുന്നേറ്റം നടത്തി. അവർ കടന്നു ചെന്നിടത്തെല്ലാം തന്നെ മറ്റ് മതസമൂഹങ്ങൾ, യഹൂദന്മാരും ക്രൈസ്തവരും, അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന മതവിഭാഗങ്ങൾ, അവരൊന്നും കാഴ്ചവെക്കാത്ത ചില പ്രത്യേകത സ്വഭാവങ്ങളാണ് മുസ്ലിമീങ്ങളിൽ നിന്നും ഇതര മതത്തിന്റെ അനുയായികൾക്ക് അനുഭവപ്പെട്ടത്. ഒരു ഉദാഹരണം, സിറിയയിലേക്ക് മുസ്ലിം സേന കടന്നു ചെന്നു. അപ്പൊ സിറിയയിലേക്ക് കടന്നു ചെന്ന മുസ്ലിം സേനയോട് സിറിയയിലെ ക്രൈസ്തവ സമൂഹം ആവശ്യപ്പെടുന്നത്, നിങ്ങളാണ് ഞങ്ങളെ ഭരിക്കേണ്ടതെന്നാണ്. യഥാർത്ഥത്തിൽ സിറിയയുടെ ഭരണാധികാരികൾ അന്നുവരെയും ക്രൈസ്തവരാണ്. നമുക്കറിയാം, റോമൻ കത്തോലിക്ക വിഭാഗം എന്ന് പറയുന്ന, അതുപോലെ തന്നെ സിറിയൻ കത്തോലിക്ക നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന, അതിന്റെയൊക്കെ ആസ്ഥാനമാണ് ഇവിടെ ഡമാസ്കസ്, സിറിയ. സിറിയയിലാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയ തലതൊട്ടപ്പന്മാർ, വലിയ അപ്പോസ്തലന്മാര്, വലിയ നേതാക്കന്മാർ ജീവിച്ചിരിക്കുന്ന സ്ഥലമാണ് സിറിയ, ഇന്നും അന്നും. അങ്ങനെയുള്ള വലിയ വലിയ നേതാക്കന്മാർ ജീവിച്ചിരിക്കുന്ന ആ സിറിയയിലെ
ക്രൈസ്തവരായ സമൂഹം മുസ്ലിം സമൂഹത്തിനോട് പറയുകയാണ്, ഇന്നു മുതൽ നിങ്ങളാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ. കാരണം എന്താ? ഞങ്ങളുടെ മത നേതാക്കന്മാർ മതം പറഞ്ഞുകൊണ്ട്, ദൈവവിശ്വാസം പറഞ്ഞുകൊണ്ട്, കർത്താവിനെ പറ്റിയുള്ള വേദമോദിക്കൊണ്ട് ഞങ്ങളെ ചൂഷണം ചെയ്യുകയായിരുന്നു. ഞങ്ങളെ അവർ കൊള്ളയടിച്ചു, ഞങ്ങളുടെ സമ്പത്ത് അവർ പിടിച്ചു പറിച്ചു, ഞങ്ങളെ ചെയ്യാവുന്ന എല്ലാ നുൽമുകളും ചെയ്തു. പക്ഷേ മുസ്ലിമീങ്ങളായ നിങ്ങളിൽ നിന്നും ഞങ്ങൾ സലാമാണ് പ്രതീക്ഷിക്കുന്നത്. എന്താ? നിങ്ങൾ ഇസ്ലാമിന്റെ ആളുകളാണ്, അഹ്ലുസ്സലാമുകളാണ്. എന്താ? ശാന്തിയുടെയും സമാധാനത്തിന്റെയും വക്താക്കളാണ്. നിങ്ങൾക്കൊരിക്കലും നീതിക്ക് രഹിതമായി പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിം സേനയെ സ്വാഗതം ചെയ്ത ചരിത്രമാണ് ലോകത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്രത്തോളം നമുക്കറിയാം. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന് ഒരു കാലത്ത് ഇസ്ലാമിനെ സംബന്ധിച്ച് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. തൻ്റെ പത്രത്തിൽ അദ്ദേഹം ഇസ്ലാമിനെ സംബന്ധിച്ച് തൻ്റെ അബദ്ധത്തിൽ ഉണ്ടായ ചില ധാരണകൾ എഴുതുക പോലും ചെയ്തു. പിന്നീട് കൃത്യമായ നിലയിൽ രാഷ്ട്രപിതാവ് ഇസ്ലാമിനെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ? ഖലീഫ ഉമറിന്റെ ഭരണമാണ് നമുക്കിടെ ആവശ്യം എന്ന് പറഞ്ഞു. അത്രത്തോളം വളരെ ഗഹനമായ നിലയിൽ ഇസ്ലാമിനെ മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ മുസ്ലിം സമൂഹം ഭൂമിയിൽ കാഴ്ചവെച്ച ശാന്തി സമാധാനത്തിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. എത്രത്തോളം നമുക്ക് മുഗളന്മാരെ സംബന്ധിച്ച് വിശ്വാസപരമായ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവരൊക്കെ ഇസ്ലാമിക രീതിശാസ്ത്രത്തിൽ നിന്നും അവരിൽ പലരും വ്യതിചലിച്ചവരാണ്. പുതിയ പുതിയ മതവും ദീനും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ്. അതെല്ലാം നമുക്കറിയാം. എങ്കിൽ പോലും തന്നെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ മുസ്ലിം സമൂഹം പുനഃസ്ഥാപിച്ച ശാന്തി സമാധാനത്തിനെ സംബന്ധിച്ചും ഭരണപരിഷ്കാരങ്ങളെ സംബന്ധിച്ചും വളരെയേറെ പേജുകളോളം ജവഹർലാൽ നെഹ്റു എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിശേഷണം ലോകത്ത്, അത് ക്രൈസ്തവരെഴുതിയ ചരിത്രത്തിലാണെങ്കിലും ജൂതന്മാരെഴുതിയ ചരിത്രത്തിലാണെങ്കിലും, മുസ്ലിം സമൂഹത്തിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾ, മുസ്ലിം സമൂഹം ശാന്തി സമാധാനത്തിന് വേണ്ടി നൽകിയ സംഭാവനകൾ, ഒരിക്കലും അത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എങ്കിൽ പോലും ആ സംഭാവനകൾക്ക് നേരെ തികച്ചും കണ്ണടയ്ക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം സമൂഹത്തിൽ നിന്നും പ്രതീക്ഷിക്കപ്പെടുന്ന ഈ ശാന്തി, സമാധാനം, ഈ സമത്വം, നിർഭയത്തോടുകൂടി ജീവിക്കാനുണ്ടാകുന്ന ഒരവസരം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പുതിയ ചിന്താഗതിയല്ല. വിശുദ്ധ ഖുർആൻ തന്നെ ഈ കാര്യം പല സന്ദർഭത്തിലും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖുറൈശികളോട് അല്ലാഹു തആല നൽകിയ സമാധാനത്തിനെ സംബന്ധിച്ച്, സുരക്ഷിത ബോധത്തിനെ സംബന്ധിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താ? അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. ഭൂമിയിൽ മനുഷ്യന് പ്രധാനമായി അവൻ ആഗ്രഹിക്കുന്ന, സുപ്രധാനമായി ഉണ്ടായിരിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ എന്താ? അല്ലദീ അത്അമഹും മിൻ ജൂഅ്. എന്താ? ഭക്ഷിക്കാനുള്ള അവസ്ഥ. ജൂ എന്ന് പറഞ്ഞാൽ വിശപ്പും ദാഹവുമാണ്. നിങ്ങൾക്ക് കൃത്യമായ നിലയിൽ അന്നപാനീയത്തിന്റെ മാർഗങ്ങൾ കാണിച്ചു തന്നു. പിന്നെ പറഞ്ഞെന്താ? വആമനഹും മിൻ ഖൗഫ്. സുരക്ഷിതമായ ഒരവസ്ഥ. എന്താ? അരക്ഷിതാവസ്ഥയിൽ നിന്നും നിങ്ങളെ കാത്തുരക്ഷിച്ചു. എന്താ പറഞ്ഞത്? ഫല്യഅബ്ദു ഹാദൽ ബൈത്ത്. ഈ കഅബയുടെ നാഥനെയാണ് നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് പറയാണ് ഫല്യഅബ്ദു ഹാദൽ ബൈത്ത്. ഈ കഅബയുടെ നാഥനെ നിങ്ങൾ ആരാധിക്കണം. ഈ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. എന്താ പറഞ്ഞത്? അല്ലദീ അത്അമഹും മിൻ ജൂഅ്. അവന്റെ പ്രത്യേകത ഒന്ന്, അന്നപാനീയങ്ങളുടെ മാർഗം നിങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ പറഞ്ഞത് വആമനഹും മിൻ ഖൗഫ്. ആമന എന്ന് പറഞ്ഞാൽ അമ്ന്. ഇപ്പൊ പോലീസ് വണ്ടിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? അമ്നുൽ ആം, സേഫ്റ്റി, സെക്യൂരിറ്റി, പൊതു സുരക്ഷ. ആമന എന്ന് പറഞ്ഞാൽ ഒരാൾ മുഅ്മിനായി എന്ന് പറഞ്ഞാൽ അമ്നിന്റെ പാർട്ടിയിൽ വന്നു എന്നതിന്റെ അർത്ഥം തന്നെ. ഈമാനുള്ളവരെ എന്ന് പറഞ്ഞാൽ അവനിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷ പ്രതീക്ഷിക്കുന്ന ഗ്രൂപ്പുകാരൻ എന്നതിന്റെ അർത്ഥം തന്നെ. അപ്പൊ പറഞ്ഞത് അന്നപാനീയത്തിന്റെ മാർഗവും സുരക്ഷിതത്വമുള്ള ജീവിതവും ലഭിച്ചു കഴിഞ്ഞാൽ അവന് ലോകത്തിലെ ഒട്ടുമുക്കാലും പകുതിയിൽ മുക്കാലും ലഭിച്ചതുപോലെയാണ്. അതാണ് സുരക്ഷിതത്വത്തിന്റെ പ്രത്യേകത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ ഷേഖ് ഇതിനു മുമ്പ് പല ഖുതുബകളിലും നമ്മെ ഓർമ്മപ്പെടുത്തിയാണ്, ഒരാളിന് ഭൗതികമായ ചില ആനുകൂല്യങ്ങൾ ലഭിക്കുക. ഒന്ന്, വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാനുള്ള അന്നപാനീയങ്ങളുടെ മാർഗമുണ്ട്. അതുപോലെ തന്നെ സുരക്ഷിതത്തോടുകൂടി ജീവിക്കാനുള്ള അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യമുള്ള ശരീരമുണ്ട്. ഇത്തരം അവസ്ഥകളൊക്കെ ഒരാളിൽ ഒന്നിച്ചാൽ അവന് ഭൗതികമായ ഈ ലോകം തന്നെയോ അല്ലെങ്കിൽ
ഈ ലോകത്തിന്റെ ഒരു വലിയ വിഭവം അവന് കൈവന്നതുപോലെയാണ്. അപ്പോൾ സുരക്ഷിതം എന്ന് പറയുന്നത് അത്രത്തോളം സുപ്രധാനമുള്ള ഒരു വിഷയമാണ്. ഒരിക്കലും നമുക്ക് സുരക്ഷിതത്വം എന്നുള്ള ആ ഒരു വിഷയത്തിന് നേരെ വിശ്വാസികൾക്ക് കണ്ണടയ്ക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ വിശ്വാസികളായ നമ്മൾ എന്താ വേണ്ടത്? ഒരിക്കലും ശാന്തി സമാധാനത്തോടുകൂടി ഒരു നാട്ടിൽ നമുക്ക് ജീവിക്കാൻ അവസരം ലഭിച്ചാൽ, മനസ്സിലായില്ലേ, സുരക്ഷിത ബോധത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ അവസരം ലഭിച്ചാൽ അതിന് തുരങ്കം നിൽക്കുന്ന ഒരൊറ്റ പരിപാടികളിലും നമ്മൾ പങ്കാളികളാകാൻ പാടില്ല. അത്തരം ചിന്തകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇന്നത്തെ ഖുതുബയിൽ ഷേഖ് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ലോകത്ത് ഇന്ന് സൗദി അറേബ്യയുടെ ജനസംഖ്യയിൽ ഉള്ളതിനേക്കാളും സൗദി അറേബ്യയുടെ ജനസംഖ്യ എത്രയാണോ അതിൻ്റെ എത്രയോ ഇരട്ടിക്കിരട്ടിയാണ് ആളുകൾ ഇവിടെ ഈ ഭൂമിയിൽ നിയമവിധേയനെയും അതുപോലെ നിയമവിരുദ്ധമായും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പലപ്പോഴും ജവാസാത്തും പോലീസും കണ്ടിട്ട് കാണാത്തതുപോലെ പോവാം. നമ്മുടെ നാട്ടിലായിരുന്നുവെങ്കിൽ അവസ്ഥയോ? നമ്മുടെ നാട്ടിലായിരുന്നു ഏതെങ്കിലും ഒരു വിസ ഇല്ലാത്തവൻ അല്ലെങ്കിൽ പാസ്പോർട്ട് ഇല്ലാത്തവൻ, മറ്റൊരു രാജ്യത്തിന്റെ പൗരൻ എന്ന് സംശയിക്കുന്നവൻ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? പോലീസ് നേരെ പിടിക്കും. ഒന്നുകിൽ അവരെ ഗുജറാത്തിലെ കച്ച് ഭൂമിയിൽ കൊണ്ടുവിടും, പാകിസ്ഥാനിലേക്ക്, അല്ലെങ്കിൽ എവിടെ കൊണ്ടുവിടും? കൽക്കട്ടയിൽ കൊണ്ട് കളയും, ബംഗാളിയാണെന്നോ. പക്ഷേ ലോകത്തിന്റെ ഒട്ടുമിക്ക കോണുകളിൽ നിന്നുള്ള ജനങ്ങളും ഈ ഭൂമിയിൽ നിയമപരമായ ആനുകൂല്യങ്ങൾ അനുഭവിച്ചുകൊണ്ടും അങ്ങനെ നിയമപരമല്ലാതെയും ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മുസ്തസ്മിറുകളായി ഈ മണ്ണിൽ ജീവിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? കോടികൾ കോടാനകോടിയായി ഈ നാട്ടിൽ നിന്ന് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളെ ചുറ്റിപ്പറ്റി ഇപ്പൊ നമ്മളല്ല ഈ നാട്ടിൽ ജീവിക്കുന്നത്. നമ്മുടെ വരുമാനത്തിനെ ആശ്രയിച്ചുകൊണ്ട് നേരിട്ടും അല്ലാതെയും, ഇപ്പൊ നമ്മൾ നേരിട്ട് ചിലവിന് കൊടുക്കുന്നത് നമ്മുടെ കുടുംബക്കാർ, അവരെ ആശ്രയിച്ചു കഴിയുന്ന നമ്മുടെ വീട്ടിലെ വേലക്കാർ, അവരെ ആശ്രയിച്ച് കഴിയുന്നവർ, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകർ, അവർക്ക് എങ്ങനെ ശമ്പളം കിട്ടുന്നത്? നമ്മുടെ മക്കൾ കൊടുക്കുന്ന ഫീസാണ്. അങ്ങനെ നേരിട്ടും അല്ലാതെ ഈ നെറ്റ്വർക്കിൽ അംഗങ്ങളായിക്കൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് അള്ളാഹു നൽകിയ ഒരു വലിയ അനുഗ്രഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അനുഗ്രഹം നമുക്ക് എങ്ങനെയാ ലഭിച്ചത്? നമ്മുടെ പൂർവ്വപിതാവ്, നമ്മുടെ ഉപ്പാപ്പയായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു. എന്താ പ്രാർത്ഥിച്ചത്? അള്ളാഹുവേ, ഈ ഭൂമിയെ നീ ബലദൻ ആമിന എന്താക്കി മാറ്റാൻ പറഞ്ഞു? അള്ളാഹുവേ, നിർഭയത്വമുള്ള ഭൂമിയാക്കി മാറ്റണമേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. മാത്രമല്ല ലോകത്തുള്ള എല്ലാ സമൂഹവും ഇങ്ങോട്ട് ആശ്രയിക്കുന്ന, ഈ ഭൂമിയെ ആശ്രയിക്കുന്ന ഒരുപാട് കൃഷി ഉള്ള ഫലഭൂവിഷ്ടമായ മണ്ണാക്കി മാറ്റണമെന്ന്, ആനുകൂല്യങ്ങളുള്ള വരുമാനമുള്ള ഭൂമിയാക്കി മാറ്റണമെന്ന് നമ്മുടെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ഇന്നും ലോകത്തിന്റെ എല്ലാ കോണിലുള്ള ജനങ്ങളും ഇങ്ങോട്ട് തിരിയുന്നു, അല്ലേ? എല്ലാവരും സ്കൂളിൽ പോയാലും ശരി, സ്കൂളിൽ പോയില്ല എങ്കിലും ശരി, ഒരു സ്വപ്നമാണ്. എന്താ? 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു പാസ്പോർട്ട് എടുക്കണം, ഗൾഫിൽ പോകണമെന്ന്, അല്ലേ? എല്ലാവരും. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ അറബികൾ എല്ലാവർക്കും ആശ്രയം നൽകി അറബികൾ അങ്ങോട്ട് പോകും. ഏതെങ്കിലും സൗദി അറേബ്യയിലെ ഒരു പൗരൻ എന്നാൽ ഇന്ത്യയിൽ പോയി ജീവിക്കാന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? അല്ല, അവരനുഭവിക്കുന്നതിനേക്കാളും സന്തോഷവും സുഖപ്രദവുമായ ജീവിതമാണ് പലപ്പോഴും പ്രവാസികളായ നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം? ഈ ഒരു സുരക്ഷിതത്വം നിലനിൽക്കുന്ന സാഹചര്യം എന്നും ഉണ്ടാകണം. അത് നിലനിന്നു എങ്കിൽ മാത്രമേ സന്തോഷപ്രദമായി നമുക്കിവിടെ ബിസിനസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തിനാ? കുവൈത്തിലേക്ക് സദ്ദാം ഹുസൈൻ പ്രവേശിച്ച സമയത്ത് നമുക്കറിയാം, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാ നാട്ടിൽ തിരിച്ചു വന്നത്. എത്രയോ ബുദ്ധിമുട്ടി, എത്രയോ സ്ഥാപനങ്ങൾ, അനാഥാലയങ്ങൾ, യതീംഖാനകൾ, പള്ളികൾ വരുമാനമില്ലാത്ത അവസ്ഥയിൽ വളരെയേറെ ബുദ്ധിമുട്ടിയ സാഹചര്യം നമ്മുടെ കണ്ണിൽ കണ്ടു. അതുകൊണ്ട് ഒരിക്കലും സുരക്ഷിതത്വത്തിന് വിരുദ്ധമായ ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഈ അസുരക്ഷിത ചിന്താഗതി നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്? അതാരാ കടത്തിക്കൊണ്ടുവരുന്നത്? ഒന്നാമത്, എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ശാന്തി സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു മണ്ണിൽ എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? നമുക്ക് നോക്കാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നമുക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്താ? വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. എന്താ? അത്തീഉല്ലാഹ വഅത്തീഉർ റസൂല വഉലുൽ അംരി മിൻകും.
എന്താ വേണ്ടത്? വിശ്വാസികളായ നമ്മൾ പൊതുവിൽ പാലിക്കേണ്ടുന്ന ചില മര്യാദകളാണ്. ഒന്ന്, നമ്മുടെ വിധേയത്വം അള്ളാഹുവിനോട് വിശുദ്ധ ഖുർആനിനോടായിരിക്കണം. രണ്ട്, നമ്മുടെ വിധേയത്വം കടപ്പാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരിക്കണം. അതുപോലെ തന്നെ വഉലുൽ അംരി മിൻകും, മുസ്ലിമീങ്ങളായ നിങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന മുസ്ലിം ഭരണാധികാരികളോടും നിങ്ങൾക്ക് ചില വിധേയത്വവും കടപ്പാടുകളും ഉണ്ട്. ഈ മൂന്ന് വിഷയങ്ങൾ അടിസ്ഥാനപരമായി നമ്മൾ പാലിക്കാൻ ശ്രമിച്ചാൽ ഇത്തരം ചിന്താഗതികളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഒന്ന്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനോടുള്ള വിധേയത്വം, നമ്മുടെ വിശുദ്ധ ഖുർആനിനോടുള്ള വിധേയത്വം, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള ബന്ധം. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് അനുസരിക്കാൻ ബാധ്യതയുള്ളത് ആരെയാണ്? മുസ്ലിമായ വലിയുൽ അംറിനെ, ഭരണാധികാരിയെ അനുസരിക്കുക എന്നുള്ളതും നമ്മുടെ ബാധ്യതയാണ്. എത്രത്തോളം? ഭരണാധികാരി മതവിരുദ്ധമായ ഒരു പ്രവർത്തനം നിങ്ങളോട് നിർദ്ദേശിക്കാത്തിടത്തോളം കാലം നിങ്ങൾ ഭരണാധികാരിയെ അനുസരിക്കണം. അപ്പൊ നമ്മുടെ മനസ്സിലൊരു സംശയമുണ്ട്, നമ്മളെ ഈ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, മലയാളികള് അമിതമായ സ്വാതന്ത്ര്യത്തിനെ മനസ്സിലാക്കിയ ആളുകളാണ് അല്ലെ? നമുക്ക് എപ്പോഴും നമ്മുടെ രക്തത്തിലൂടെ ഒരു വിപ്ലവ ചിന്ത ഓടുന്നുണ്ട് അല്ലെ? ഒരു ചോര തിളയ്ക്കുന്ന ഒരു മനസ്സ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ ഈ ഒരു രീതിശാസ്ത്രം കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ല എങ്കിൽ നമ്മുടെ വിപ്ലവങ്ങൾ എന്നും നമുക്ക് അസമാധാനം മാത്രമേ നൽകുകയുള്ളൂ. എന്താ? ഭരണാധികാരിയോടുള്ള ഒരു വിശ്വാസിയുടെ ബാധ്യത എന്താ? ഭരണാധികാരിയിൽ നിന്നും എന്തെങ്കിലും ഒരു പിഴവ് കാണുമ്പം അങ്ങോട്ട് ചെന്ന് ചെരുക്കി പിടിച്ച് തിരുത്താമെന്നോ അല്ലെങ്കിൽ മൈക്ക് കെട്ടിവെച്ച് അവനെതിരെ പ്രസംഗിക്കാമെന്നോ അങ്ങനെയാണോ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, അധികാരം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഉള്ളതല്ല. ഭൂമിയിൽ നമ്മൾ എല്ലാവർക്കും അധികാരിയാകാൻ സാധിക്കുമോ? ഒരിക്കലുമല്ല. അത് ഒരു പക്ഷേ അധികാരി എന്ന് പറയുന്നത് പലപ്പോഴും ചിലപ്പോൾ ഒരു നല്ല വ്യക്തിക്കായിരിക്കും അള്ളാഹു അധികാരം നൽകുന്നത്. ചിലപ്പോൾ അധികാരി എന്ന് പറയുന്നത് പറ്റ മോശമായിരിക്കും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവനെ നിങ്ങൾ അനുസരിക്കണം. എത്രത്തോളം? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭരണാധികാരിയെ അനുസരിക്കുകയും ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയും ചെയ്യണം. എത്രത്തോളം? നിങ്ങൾ ഹൗലുൽ കൗസറിന്റെ തീരത്ത് എന്നെ കണ്ടുമുട്ടോളം കാലം. മനസ്സിലായില്ലയോ? ഹൗലുൽ കൗസറിന്റെ കാലത്ത് കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ എവിടാ? അത് മരിച്ചു പരലോകത്ത് ചെന്ന് സർവ്വ വിചാരണയും കഴിഞ്ഞ് സ്വർഗ നരകങ്ങളെ തീരുമാനിക്കുന്ന സാഹചര്യം വരെയും ഒരിക്കലും നിങ്ങൾ ഈ രീതിശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും, അല്ല ഭരണാധികാരി എന്ത് വൃത്തികേട് കാണിച്ചാലും കണ്ണടച്ചനുസരിക്കണമെന്നാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഭരണാധികാരിയെ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭരണാധികാരി നിങ്ങളെ നമസ്കാരത്തിൽ നിന്നും തടയാത്തിടത്തോളം കാലം നിങ്ങൾ ഭരണാധികാരി അനുസരിക്കുക തന്നെ ചെയ്യണം. അപ്പൊ ഭരണാധികാരിയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നമസ്കാരമാണ്. നമസ്കാരം എന്ന് പറയുന്നത് എന്താ? അത് റുക്കുനും മിൻ അർക്കാനിൽ ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒരു സ്തംഭമാണ്. ആ സ്തംഭത്തിന് ഭരണാധികാരി ബോംബിട്ട് കഴിഞ്ഞാൽ പിന്നീട് അവന് നമ്മളുമായിട്ടൊരു ബന്ധമില്ല. മനസ്സിലായില്ല? ഭരണാധികാരി നിസ്കരിക്കാത്തവനാണ്, അല്ലെങ്കിൽ പള്ളികളിൽ നമസ്കരിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടാക്കി, അല്ലെങ്കിൽ നമ്മുടെ സംഘടിത നമസ്കാരത്തിന് വിരുദ്ധമായ നിയമം പാസാക്കി, അല്ലെങ്കിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മതപരമായി അയാൾ എന്തെങ്കിലും നിയമം പാസാക്കിയാൽ പിന്നീട് ഭരണാധികാരിക്ക് നമ്മൾ നൽകിയ ബൈഅത്ത് അത് ലാപ്സാകും, അത് ക്യാൻസൽ ആകുക. പിന്നീട് നമുക്ക് ഭരണാധികാരിയെ സംബന്ധിച്ച് സംസാരിക്കാനും ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഭരണാധികാരിയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നമുക്ക് ശാന്തി സമാധാനത്തോടുകൂടി ഒരു നാട്ടിൽ സംഘടിതമായി നമസ്കരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? സംഘടിതമായി നമസ്കരിക്കാനുള്ള ഒരു സാഹചര്യം ഭരണാധികാരി നൽകുന്നുണ്ട് എങ്കിൽ അതാണ് ഭരണാധികാരിയും നമ്മളും തമ്മിലുള്ള ആ അനുസരണത്തിന്റെ ചരട്. ഈ ചരട് ആരെങ്കിലും ഭരണാധികാരികൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഭരണാധികാരിയെ നമ്മൾ അനുസരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ മതവിരുദ്ധമായി എന്തെങ്കിലും ഒരു കൽപ്പന ഭരണാധികാരി നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് നമ്മൾ അനുസരിക്കേണ്ടതില്ല. അപ്പോൾ ഭരണാധികാരികൾക്കെതിരിൽ അനാവശ്യമായി കലാപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മുടെ രീതിശാസ്ത്രങ്ങളല്ല. അഹ്ലുസുന്നയുടെ രീതിശാസ്ത്രത്തിൽ ഭരണാധികാരികളെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്? വളരെ കൃത്യമായി
ആയത്തുകളുടെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭരണാധികാരിയിൽ നിന്നും എന്തെങ്കിലും, മുസ്ലിമായ നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ ഭരണാധികാരിയിൽ നിന്നും എന്തെങ്കിലും ഒരു അവിവേകം കണ്ടാൽ പിറ്റേന്ന് തന്നെ ട്രഷറിയിൽ കൊണ്ടുപോയി 75 രൂപ അടച്ച് ഒരു ചെല്ലാനും എടുത്ത് മൈക്ക് സെറ്റും ബുക്ക് ചെയ്ത് 100 കസേരയും എടുത്ത് അയാൾക്കെതിരിൽ വാദം സംഘടിപ്പിക്കുക എന്നുള്ളതാണോ? ഒരിക്കലുമല്ല. ഭരണാധികാരിയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് അയാളുടെ കാതിലേക്ക് ഒരു രഹസ്യം പറയുന്ന മാതിരി. എങ്ങനെ നമ്മൾ രഹസ്യം പറയുമ്പം തൊട്ടടുത്തേക്കൊന്നും കേൾക്കൂ? ഇല്ല. വളരെ താല്പര്യത്തോടു കൂടി അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഒരാളുടെ കൈ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വിഷയം സംസാരിക്കുമ്പോൾ അതിന് ചില പ്രത്യേകതയുണ്ട്. ഒരിക്കലും നമ്മുടെ ശത്രുവിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നമുക്ക് ശത്രുവിനോട് സംസാരിക്കാൻ സാധിക്കത്തില്ല. മറിച്ച് അത്രത്തോളം സ്നേഹിതനായ ഒരു വ്യക്തിയുടെ മാത്രമേ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് നിന്ന് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അത്രത്തോളം രഹസ്യമായിട്ടാണ് ഭരണാധികാരിയോട് അയാളുടെ വീഴ്ചകളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തേണ്ടത്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് എങ്ങനെയാണോ? അല്ല. ഭരണാധികാരികളെ സംബന്ധിച്ച് അഹ്ലുസുന്നയുടെ രീതിശാസ്ത്രം അനുസരിച്ച് ഗുണകാംക്ഷ മനോഭാവത്തിലാണ് അയാളോട് സംസാരിക്കേണ്ടത്. അല്ലാതെ നമുക്ക് ഭരണാധികാരിയിൽ നിന്നും എന്തെങ്കിലും അനിഷ്ടകരമായി തോന്നിയാൽ പിറ്റേന്ന് മൈക്ക് കെട്ടിവെച്ചോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇന്റർനെറ്റിലോ നമ്മുടെ ബ്ലോഗ് സൈറ്റിലൂടെ, പത്രത്തിലൂടെ, മാസികകളിലൂടെ കലാപങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതല്ല ഒരിക്കലും ഭരണാധികാരികളെ സംബന്ധിച്ചുള്ള നമുക്കുള്ള ബാധ്യത. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം ഇതാണ്. ഗുണകാംക്ഷ മനോഭാവത്തിലായിരിക്കണം ഭരണാധികാരിയുമായിട്ടുള്ള ഇടപാട്. അപ്പോൾ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. എന്താ? അത്തീഉല്ലാഹ വഅതീഉർ റസൂല വഉലുൽ അംറി മിൻകും. അപ്പൊ മൂന്നാമത്തെ ഘട്ടമാണിത്. ഉലുൽ അംറിനോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മതവിരുദ്ധമായി ഭരണാധികാരി നിങ്ങളെ ഒരു കാര്യത്തിന് നിർബന്ധിക്കാത്തിടത്തോളം കാലം ഭരണാധികാരിയും നമ്മളും തമ്മിലുള്ള എഗ്രിമെന്റ്, ആ ബൈഅത്ത് നിലനിൽക്കുകയാണ്. അതാണ് ഭരണാധികാരിയോടുള്ള നമുക്കുള്ള ബാധ്യത. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതോടുകൂടി ഇസ്ലാമിൽ ഒരുപാട് ചിന്താഗതികൾ പൊട്ടിപ്പുറപ്പെട്ടു. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിനെ വിമർശിച്ചിരുന്ന ആളുകളാണ് ആര്? മുനാഫിഖീങ്ങൾ. പക്ഷെ ആയുധത്തിന് ഭയന്നത് കൊണ്ട് അവർ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല. നബിയോടൊപ്പം ഒന്നിച്ച് പള്ളിയിലൊക്കെ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദർസ് നടത്തുന്നിടത്ത്, ക്ലാസ് നടത്തുന്നിടത്തൊക്കെ അവരും ഉണ്ടാകും. പക്ഷേ ഒരിക്കലും ജീവനിൽ ഭയമുള്ളത് കൊണ്ട് അവർ തങ്ങളുടെ ആശയം അന്ന് കാലത്ത് തുറന്നു പറഞ്ഞില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം വന്നതോടുകൂടി നല്ല ഒരു ശതമാനം ആളുകളും അവര് പരസ്യമായി രംഗത്ത് വന്ന് കുറെ ആളുകൾ അവർ പണ്ട് ജീവിച്ചിരുന്ന മതത്തിലേക്ക് തിരിച്ചുപോയി. കാരണം എന്താ? സമ്പൂർണമായി ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടല്ല അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഒരുപാട് ആളുകൾ കടന്നു വന്നത്, ഒന്ന് പ്രവാചകനെയും അനുയായികളെയും പേടിച്ചിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സ്വതക്കയും സംഭാവനയും ഒക്കെ കിട്ടുമെന്ന് കരുതിയിട്ട്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സമ്പത്തും യുദ്ധമുതലുകളൊക്കെ കിട്ടുന്ന സമയത്ത് അത് വീതം വെക്കും. ഒരുപാട് ആളുകളൊന്നും ഇല്ലല്ലോ. അത് വീതം വെക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഓഹരി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ആ ആനുകൂല്യം പറ്റിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നവരുണ്ട്. ഇവരൊക്കെ എന്ത് സംഭവിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതോടുകൂടി ഇനി എന്നും ലഹളയായിരിക്കുന്ന ഒരു ഇസ്ലാമിൽ നിന്ന് അങ്ങ് പുറത്തുപോയി. അങ്ങനെ മുർത്തദ്ദുകൾ ഉണ്ടായി, അതുപോലെ തന്നെ ഖവാരിജുകൾ ഉണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ആശയ സംവാദം നടത്തി, വാദപ്രതിവാദം നടത്തി. അവര് തീവ്രവാദികളായി പോയി. അവരുമായി ആശയ സംവാദം നടത്തുകയും അവരിൽ നിന്നും 10,000-കണക്കിന് ആളുകളെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ആര്? പ്രമുഖ സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. ഒരുപാട് പേര് തിരിച്ചു വന്നു. പക്ഷെ അങ്ങനെ തിരിച്ചു വരാത്ത ആളുകളിൽ അവർ പരമ്പരകളായി ഇന്നും മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്നു. എന്താ അവരുടെ പേര്? ഖവാരിജുകൾ എന്നാണ്. ഖറജ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തന്നെ പുറപ്പെട്ടു, എക്സിറ്റ് ആയി പോയി. ഖറജ എന്ന് പറഞ്ഞാൽ ഖുറൂജ്, പുറത്തേക്ക് പോയി, ഒരിക്കലും തിരിച്ചു വരാത്ത നിലയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റി പറഞ്ഞു, അമ്പ് വില്ലിൽ നിന്നും എപ്രകാരമാണോ പോകുന്നത് അതേപോലെയാണ് അവർ പോകുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ആവേശത്തോടുകൂടി ഹൈ സ്പീഡിലാണ് പോകുന്നത്. വളരെ സ്പീഡിൽ. ഒരിക്കലും ഒരു വില്ല് അങ്ങോട്ട് നമ്മൾ അമ്പ് ചെയ്ത് വിട്ടാൽ ആ അമ്പ് ഒരിക്കലും തിരിച്ചു വില്ലിലേക്ക് വരുമോ? ഇല്ല.
അത്രത്തോളം സ്പീഡിലും ആവേശത്തിലുമാണ് അവർ ഇസ്ലാമിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. നബി ഉദാഹരണം പറഞ്ഞു, ദില്ലിൽ നിന്നും അമ്പ് പുറത്തേക്ക് പോകുന്ന ലാഘവത്തിൽ അതേ സ്പീഡിലാണ് അവർ പോകുന്നത്. മറിച്ച് അവരിൽ നിന്ന് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പറ്റി ഉദാഹരണം പറഞ്ഞു. എന്താ? അവരുടെ ഖുർആൻ പാരായണം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. എന്താ പറഞ്ഞത്? അവരെന്തെങ്കിലും പുതിയ മതക്കാരോ പുതിയ വിശ്വാസക്കാരോ പുതിയ രീതിശാസ്ത്രത്തിന്റെ ആളുകളല്ല, മറിച്ച് അവരുടെ ഖുർആൻ പാരായണം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. മനസ്സിലായില്ലയോ? വലിയ അറിവുള്ളവരാണവർ. അവരുടെ ഖുർആൻ പാരായണം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. മാത്രമല്ല അവരുടെ നമസ്കാരം നിങ്ങളുടെ നമസ്കാരത്തിനെ കവച്ചു വെക്കും. നിങ്ങളൊന്നും നമസ്കരിക്കുന്നത് പോലല്ല അവരുടെ നമസ്കാരം. വളരെ ആബിദീങ്ങളും സാലിഹീങ്ങളുമായ ആളുകളാണ് അവര്. അവരുടെ നമസ്കാരം നമ്മളെ അത്ഭുതപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അത്രത്തോളം തഖ്വയും ഖുശൂഉം നിന്ന് നമസ്കരിക്കുന്ന നമസ്കാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നമസ്കാരമൊന്നും അവരുടെ നമസ്കാരത്തിന്റെ സ്ഥാനത്തൊന്നുമല്ല. നമ്മൾ നമസ്കരിക്കാത്ത പലതും അവർ നമസ്കരിക്കും. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിക സമൂഹത്തിൽ പുതിയ പുതിയ നമസ്കാരവും പുതിയ പുതിയ ഇബാദത്തുകളും ഒക്കെ കൊണ്ടുവന്ന പുതിയ പുതിയ കക്ഷികളൊക്കെ ഇതിന്റെ ചില പാർട്ടുകളാണ്, ഇതിന്റെ ഓഹരി പറ്റിയ ആളുകളാണ്. അവരുടെ നമസ്കാരം, അവരുടെ ഇബാദത്ത്, അവരുടെ ഖുർആൻ പാരായണം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. അപ്പൊ സഹാബിമാര് ചോദിച്ചു, റസൂലെ അവരാരാണ്? ഞങ്ങളിൽപ്പെട്ടവർ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞെന്താ? അവർ നിങ്ങളുടെ സഹോദരന്മാർ തന്നെയാണ്. അല്ലാതെ പുതിയ ഒരു ആദമിന്റെയും പുതിയ ഒരു ഹവയുടെയും മക്കളാണോ? അല്ല, അവർ നമ്മളിൽപ്പെട്ടവർ തന്നെയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഖുർആൻ പാരായണം നമ്മളെ അത്ഭുതപ്പെടുത്തും. അവരുടെ ഇൽമ്, അവരുടെ അറിവ്, അവരുടെ പ്രഭാഷണങ്ങൾ, അവരുടെ ധീരത, അവരുടെ ജിഹാദൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ നൂറ്റാണ്ടിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയത് ആരാ? നമ്മൾ കണ്ടു, ഇറാഖിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന പേരിൽ അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ട, എന്താ അതിന്റെ പേര്? IS, ഇസ്ലാമിക് സ്റ്റേറ്റ്. ആരാ അതിന്റെ നേതാവ്? ഇപ്പോഴത്തെ നിലവിലുള്ള നേതാവ് അബൂബക്കർ അൽ ബഗ്ദാദി. ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിച്ച സൈറ്റ്, ഏറ്റവും അധികം ആളുകൾ ശ്രവിച്ച പ്രഭാഷണം അബൂബക്കർ ബഗ്ദാദിയുടെ ജുമാ ഖുതുബയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അയാളുടെ ജുമാ ഖുതുബ കേട്ട് കഴിഞ്ഞ യൂട്യൂബിൽ. വളരെ ഈമാനിക ആവേശം ജനിപ്പിക്കുന്ന പ്രഭാഷണം. മാത്രമല്ല ജുമാ നമസ്കാരത്തിൽ അയാൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു പാരായണം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. മനസ്സിലായില്ലയോ? ജുമാ നമസ്കാരം കഴിഞ്ഞ് ബഗ്ദാദിലെ പള്ളിയിൽ നിന്നും താഴേക്കിറങ്ങുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് അബൂബക്കർ ബഗ്ദാദിയെ ബൈഅത്ത് ചെയ്യുന്നത്. അയാളുടെ താടി രോമങ്ങൾ, അയാളുടെ വേഷവിധാനം, അയാളുടെ തഖ്വ, അയാളുടെ ഖുത്ബ, അയാളുടെ ഖുർആൻ പാരായണം, അയാളുടെ നമസ്കാര തഴമ്പുകൾ നെറ്റിയിലുള്ളത് ലോകത്ത് നമ്മളെ എല്ലാവരെയും വെല്ലുവിളിക്കുന്നതാണ്. മനസ്സിലായില്ലേ? പക്ഷെ എന്താ അവരുടെ പ്രത്യേകത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ? അഹ്ലുൽ ഹഖ്ഖിനെ അവർ കൊലപ്പെടുത്തും, അഹ്ലുൽ ബാത്തിലിനെ അവർ കൂട്ടുപിടിക്കും. എന്താ അവരുടെ പ്രത്യേകത? മുസ്ലിമീങ്ങളെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവര് വിശ്വാസികളെ കൊലപ്പെടുത്തും. എന്താ? അവരല്ലാത്ത എല്ലാവരെയും കൂട്ടത്തോടുകൂടി കൊല ചെയ്യും. അവരല്ലാത്തവരെന്ന് പറഞ്ഞാൽ ഖവാരിജുകളായ, അവരുടെ തീവ്രവാദ ആശയത്തിൽ അംഗമല്ലാത്ത, അവരുടെ സേനയിൽ ചേരാത്തവരെല്ലാം കഴുത്തറുത്ത് കൊല്ലുന്ന വീഡിയോ, എത്രയോ കാഴ്ചകൾ നമ്മൾ കണ്ടു. എത്രയോ നിരപരാധികളെയാണ് അവർ കൂട്ടത്തോടുകൂടി കൊലപ്പെടുത്തുന്നത്. അപ്പോൾ പിന്നീട് അവർക്ക് അവരുടെ സഹായികൾ എന്ന് പറയുന്നത്, അവരെ ഹെൽപ്പ് ചെയ്യുന്നതും അവർ സഹകരിക്കുന്നതും എന്നും ഇസ്ലാമിന്റെ ശത്രുക്കളോടായിരിക്കും. ഇത്ര ഉദാഹരണം. ഇന്ന് മുസ്ലിം സമൂഹം നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താ? നമ്മുടെ ഒന്നാമത്തെ ഖിബിലയായിരുന്ന മസ്ജിദുൽ അഖ്സ യഹൂദന്മാർ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു. ആ പള്ളിയിൽ കയറി പള്ളി മലിനമാക്കി. ആ പള്ളിയിൽ പന്നികളെ കയറ്റിവിട്ടു. യഹൂദ പട്ടാളം ആ പള്ളിയിൽ കയറി താണ്ഡവമാടി. ഇന്ന് ലോകത്ത് ഞങ്ങൾ ഇസ്ലാമിയ ഖിലാഫത്തിന്റെ വക്താക്കളാണെന്ന് പറയുന്ന അബൂബക്കർ ബഗ്ദാദിയോ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിന്റെ പേരിൽ ആയുധമേന്തുന്ന ആരും തന്നെ ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസിനെ പറ്റി, മസ്ജിദുൽ അഖ്സയെ പറ്റി കമാ എന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. ഫലസ്തീനിലെ പിഞ്ചു പൈതലുകളെ പോലും യഹൂദസേന ദിവസങ്ങളോളം ബോംബിട്ട് കൊലപ്പെടുത്തി. ഇസ്ലാമിന്റെ പേരിലുള്ള ഏതെങ്കിലും ഒരു സേന ആ ഇസ്രായേലിലേക്ക് ഒരു ഓലപ്പടക്കം കത്തിച്ചെറിയാൻ പോലും തയ്യാറായിട്ടില്ല. അല്ലേ? സിറിയയിൽ മുസ്ലിം സേന വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരുന്ന സമയത്താണ് അബൂബക്കർ ബഗ്ദാദിയുടെ ഖവാരിജുകൾ സിറിയയിലേക്ക് കടന്നു വന്നത്. പിന്നീട് എന്താ അവിടെ സംഭവിച്ചത്?
ചരിത്രം നേരെ വിപരീത ദിശയിലേക്ക് മാറി. പിന്നീട് സിറിയ, യഥാർത്ഥത്തിൽ സിറിയയിലെ അലവികൾ അറിയപ്പെടുന്ന ഷിയാക്കളായ ഭൂരിപക്ഷ സമൂഹം അവിടെ നിന്ന് തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് സിറിയയിലേക്ക് ആര് കടന്നു വരുന്നത്? ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന അബൂബക്കർ ബഗ്ദാദിയും അനുയായികളും കടന്നു വരുന്നത്. അതോടുകൂടി യുദ്ധത്തിന്റെ ദിശ തന്നെ മാറി, ചരിത്രം മാറി. അവിടെ അഹ്ലു സുന്നയുടെ വക്താക്കൾ കൂട്ടത്തോടുകൂടി അവിടെ നിന്ന് പാലായനം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. ഖവാരിജികൾക്കായി അധികാരം. പിന്നീട് ഖവാരിജികൾ ഷിയാക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരം പങ്കിട്ടു. ഒരൊറ്റ അഹ്ലു സുന്നയ്ക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ മുഅ്മിനിന്, ഒരു മുസ്ലിമിന് അവർക്കൊപ്പം ജീവിക്കാൻ സാധിക്കുകയില്ല. അവർ അഹ്ലുൽ ഹഖിനെ കൊലപ്പെടുത്തും, അഹ്ലുൽ ബാത്തിലിനെ ആയിരിക്കും അവർ കൂട്ടുപിടിക്കുക. യഥാർത്ഥത്തിൽ ഈ ഖവാരിജികൾക്ക് ആയുധ സന്നാഹവും സഹായവും നൽകിയതാരാ? ഇസ്രയേലിന്റെയാണ് ആയുധം. പരിശീലനം നൽകിയത് അമേരിക്കയാണ്. ആരാണ് അവരുടെ ഗുരുനാഥന്മാർ? ഇസ്രയേലും അമേരിക്കയും അടങ്ങുന്ന സംഘമാണ് അബൂബക്കർ ബഗ്ദാദിയെ സർവ്വ ആയുധ സന്നാഹിതത്തോടുകൂടി പരിശീലനം നൽകി അയച്ചിരിക്കുന്നത്. മാത്രമല്ല പലരും മുസ്ലിം സമൂഹത്തിലെ ഇസ്ലാമിസ്റ്റുകൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല മാളത്തിൽ ഒളിച്ചിരിക്കുന്ന പല വ്യക്തികൾ പോലും അടുത്ത സമയത്ത് വളരെ വ്യക്തമായി പറഞ്ഞു, നിരോധിക്കപ്പെട്ട പല സംഘടനകളിലും അംഗമായിരുന്നു ഈ അബൂബക്കർ ബഗ്ദാദിയിൽ. നിരോധിക്കപ്പെട്ട സംഘടനകൾ എന്ന് പറയുന്ന പേര് പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാവുന്ന സംഘടനകളിലെല്ലാം ഈ പറയുന്ന ആളുകൾ നേരത്തെ പ്രവർത്തിച്ചിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം പ്രദാനം ചെയ്യുന്ന അമ്ന്, ആ സുരക്ഷിതത്വം ഒരിക്കലും ഈ ഖവാരിജികൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഇന്നോളം കാഴ്ചവെച്ചിട്ടില്ല. അവരിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അത് തന്നെയാണ് സൗദി അറേബ്യയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. ഈ നാട്ടിൽ നമ്മുടെ പൂർവ്വപിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തതാണ്, അമ്നും ആമിനും ബലദൻ ആമിന, സുരക്ഷിതമുള്ള ഭൂമിയാക്കി മാറ്റണമെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആയാണ്. പക്ഷെ ഈ നാട്ടിലേക്കും അവർ കടന്നു വന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഷറൂറ എന്ന് പറയുന്ന ഇവിടുത്തെ ജീസാനിന്റെ അതിർത്തി പ്രദേശത്ത് പോലീസ് ക്യാമ്പിലേക്ക് അതിക്രമിച്ചു കയറി ചാവേറുകളായി വന്നിട്ട് പോലീസുകാർക്ക് മുന്നിൽ മനുഷ്യ ബോംബുകളായി പൊട്ടിത്തെറിച്ചു. ഒട്ടനവധി നമ്മുടെ സഹോദരന്മാർ പോലീസുകാർ അവിടെ രക്തസാക്ഷികളായി, പലർക്കും പരിക്കേറ്റു. അടുത്ത സമയത്ത് അൽഹസ പ്രദേശത്ത് വന്നിട്ട് നിരപരാധികളായ കുടുംബങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിലേക്ക് കടന്നു വന്നു. ആയുധ സന്നാഹത്തോടുകൂടി കടന്നു വന്നിട്ട് നിറയൊഴിച്ചു. ഏകദേശം 6 പേര് അവിടെ മരിച്ചു, 2 പേര് റിയാദിൽ മരിച്ചു, പിന്നെ 2 പേര് അതിനപ്പുറത്തേതോ സ്ഥലത്ത്. ഏകദേശം 10ഓളം ആളുകൾ കഴിഞ്ഞ ദിവസം വരെ മരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ആരെങ്കിലും ഒരു വിശ്വാസിയെ മനഃപൂർവ്വം കൊലപ്പെടുത്തിയാൽ, സുരക്ഷിതമുള്ള ജീവിതം നയിക്കുന്ന ഒരു വിശ്വാസിയെ ആരെങ്കിലും മനഃപൂർവ്വം കൊലപ്പെടുത്തിയാൽ എന്താ അതിനുള്ള പ്രതിഫലം? ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു അവന് സ്വർഗം ഹറാമാക്കി. നമുക്ക് ആരെങ്കിലും കൊല്ലാൻ അനുമതിയുണ്ടോ? ഇല്ല. ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന് ഹറാമാക്കി. മാത്രമല്ല വമഅവാഹുൻ നാർ, അവന്റെ അടുത്ത അഭയസ്ഥലം എന്ന് പറയുന്നത് അവന്റെ റിസൾട്ട് അവന് നരകമാണ്. അവൻ അള്ളാഹു കരുതി വെച്ചിരിക്കുന്നത് നരകമാണ്. മാത്രമല്ല വഗളിബല്ലാഹു അലൈഹി, അള്ളാഹുവിന്റെ ശാപം അവനുണ്ട്, അള്ളാഹുവിന്റെ ലഅനത്ത് അവനുണ്ട്. മാത്രമല്ല ഇത്തരം ളാലിമീങ്ങളെ ആരും തന്നെ സഹായിക്കുകയില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ജീവന് പ്രതിക്രിയയായി ജീവൻ നിർണയിച്ചിരിക്കുന്ന ഒരു ശിക്ഷാവിധിയാണ് കൊലപാതകത്തിന് ഇസ്ലാം നിർണയിച്ചിരിക്കുന്നത്. എന്താ ജീവന് പകരമായി നമുക്ക് എന്താ നൽകാനുള്ളത്? അത് ജീവനല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ കൊലയ്ക്ക് കൊല അത്രത്തോളം വലിയ പാതകമാണ്. മാത്രമല്ല അകാരണമായി ഒരു മുസ്ലിമിനെ കൊന്നാൽ അവൻ ഒരു സമൂഹത്തിനെ കൊലപ്പെടുത്തിയതുപോലെയാണെന്നാണ് പറഞ്ഞത്. അകാരണമായി ഒരാളെ കൊന്നാൽ ഒരു സമൂഹത്തിനെ കൊലപ്പെടുത്തി, അത്രത്തോളം വലിയ മുൽമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അവസാനത്തെ പ്രഭാഷണത്തിൽ പോലും വളരെ ശക്തമായി താക്കീത് എന്താ? ഒരാളുടെ അകാരണമായി അയാളുടെ രക്തം ചീന്താൻ പാടില്ല. എന്താ? ശരീരത്തു നിന്നും ഒരു തുള്ളി രക്തം പോലും അകാരണമായി ചീന്താൻ പാടില്ല. ഒരുത്തന്റെ അഭിമാനം, അവന്റെ സമ്പത്ത്, അവന്റെ കുടുംബം, അവന്റെ രക്തം എല്ലാം തന്നെ ഈ ദിവസത്തിൽ എന്ത് പവിത്രതയാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിന്നുകൊണ്ടാ പ്രസംഗിക്കുന്നത്? പരിശുദ്ധമായ പ്രദേശത്ത് നിന്നുകൊണ്ട് പരിശുദ്ധമായ ദിവസത്തിൽ
പരിശുദ്ധമായ സാഅത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഈ ദിവസത്തിന്, ഈ പ്രദേശത്തിന്, ഈ ഹറമൈനി ഉൾപ്പെടുന്ന ഈ പ്രദേശത്തിന് എന്ത് പരിശുദ്ധിയുണ്ടോ അതുപോലെ പരിശുദ്ധമാണ് വിശ്വാസിയുടെ സമ്പത്ത്, വിശ്വാസിയുടെ കുടുംബം, അവന്റെ അഭിമാനം, അതുപോലെ തന്നെയാണ് അവന്റെ ജീവൻ, അവന്റെ രക്തം. അപ്പോൾ അകാരണമായി ആരും തന്നെ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളിൽ നിന്നും ലോക സമൂഹം പ്രതീക്ഷിക്കുന്നത് എന്നും അമ്നാണ്. ആ അമ്നിന് വിരുദ്ധമായി ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ആ അമ്നിന് വിരുദ്ധമായ ചിന്തകൾ ഉണ്ടാകുന്നത് ഭരണാധികാരികൾക്കെതിരുള്ള ചിന്തകളിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അബുൽ ആലിയാണ് സംഭവം നിവേദനം ചെയ്യുന്നത്. ആരാ അബുൽ ആലിയ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായി വളർന്ന് പിന്നീട് ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വലിയ പണ്ഡിതനായി വന്ന അബുൽ ആലിയയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അബുൽ ആലിയ ഇറാഖിലെ ഒരു സ്ഥലം ചൂണ്ടിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഇറാഖിലെ ആ സ്ഥലത്തു നിന്നും ഒരു പെണ്ണ് ആരുടെയും സഹായമില്ലാതെ കാൽനടയായിക്കൊണ്ട്, ആയുധത്തിന്റെ പിന്തുണയില്ലാതെ, ആയുധ ബലമില്ലാതെ അവൾ നടന്നു വരും. എത്രത്തോളം? മക്കയും മദീനയും ഉൾപ്പെടുന്ന ഹറമൈനിയുടെ പ്രദേശത്തേക്ക് അവൾ നടന്നു വരും. അത്രത്തോളം സുരക്ഷിതമായി അവൾക്ക് ഹിജാസിൽ വന്നിട്ട് മടങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുക തന്നെ ചെയ്യും. ലോകത്ത് ഏതെങ്കിലും ഒരു മതത്തിൽ നമുക്ക് ഇത്രയും വലിയൊരു സുരക്ഷിതത്വം കാണാൻ സാധിക്കും? ആരാ ഇത് പറഞ്ഞത്? തന്റെ ജീവിതത്തിൽ തമാശയ്ക്ക് പോലും ഒരു കളവ് പറയാത്ത പ്രവാചകനാണ് പറഞ്ഞത്. ഇറാഖിലെ ആ പ്രദേശത്ത് നിന്നും ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ആരുടെയും പിന്തുണയില്ലാതെ ഹറമൈനിയിൽ വന്നിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നി. എന്നിട്ട് നബി പറഞ്ഞു, നിശ്ചയമായും ഹുർമുസാന്റെ ഖജനാവ് മുസ്ലിം സമൂഹം വിജയിക്കുകയും ആ ഹുർമുസാന്റെ ഖജനാവിലുള്ള സമ്പത്ത് വിശ്വാസികൾ വീതം വെച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ ഭൂമിയിൽ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സുരക്ഷിതത്തോടുകൂടി സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് അവരുടെ സ്വന്തം നാട്ടിൽ നിന്നും മക്കയിലും മദീനയിലും വന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. ആരുടെ കാലഘട്ടത്തിൽ? രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിൽ ലോകത്ത് സമാനതയില്ലാത്ത നിലയിൽ ശാന്തി സമാധാനം സ്ഥാപിക്കപ്പെട്ടു. സ്ത്രീകൾക്ക് സുരക്ഷിതത്തോടുകൂടി എവിടെയും സഞ്ചരിക്കാം എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അബുൽ ആലിയ പറയുന്നു, എന്താ? ഹുർമുസാന്റെ ഖജനാവ് മുസ്ലിം സമൂഹം വിജയിക്കുന്നതിനും അത് വീതം വെക്കുന്നതിനും ഞാൻ സാക്ഷിയായി. അതാരുടെ കാലത്താ? രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഹുർമുസാന്റെ ഖജനാവ്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഏകദേശം സിറിയയുടെയോ ബഗ്ദാദിന്റെയോ ഭാഗത്തുള്ള ഒരു പ്രദേശമാണ് തുസ്തുർ എന്ന് പറയുന്ന പ്രദേശം. അവിടേക്ക് മുസ്ലിം സേന കടന്നു ചെന്നു. ഹുർമുസാന്റെ ഖജനാവ് മുസ്ലിം സേന പിടിച്ചെടുത്തു. എന്തൊക്കെ ഉണ്ടായിരുന്നു ആ ഹുർമുസാന്റെ ഖജനാവിൽ? വിലമതിക്കാനാകാത്ത ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. മാത്രമല്ല ആ ഖജനാവിൽ മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. പ്രവാചകൻ ദാനിയേൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നിന്ന് കരുതപ്പെടുന്ന ഒരു മയ്യത്ത് കൂടി ഒരു കട്ടിലിൽ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ആ ഖജനാവിൽ ഉണ്ടായിരുന്നു. ആ മയ്യത്തിന്റെ തലയ്ക്ക് ഭാഗത്ത് ഒരു വേദഗ്രന്ഥം. മാത്രമല്ല അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് അവർക്ക് പരിചയമില്ലാത്ത ആ ഭാഷ, ആ ഗ്രന്ഥത്തിന്റെ ഭാഷ, അത് പരിഭാഷപ്പെടുത്താൻ ഉമർ ഇബ്നുൽ ഖത്താബ് ആവശ്യപ്പെട്ടു. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹാബി ആ ഗ്രന്ഥം പരിഭാഷപ്പെടുത്തി. അത് ദാനിയേൽ അലൈഹിസ്സലാം എന്നറിയപ്പെടുന്ന പ്രവാചകനാണ് എന്ന് ആ ഗ്രന്ഥം കൊണ്ട് സ്ഥിരീകരിക്കപ്പെട്ടു. മാത്രമല്ല അന്നത്തെ ജനങ്ങൾ എന്താ ചെയ്തിരുന്നത്? അവർക്ക് മഴയില്ലാത്ത സാഹചര്യം ഉണ്ടായാൽ, ദാരിദ്ര്യം അനുഭവപ്പെട്ടാൽ ഈ കട്ടിലും ഈ മഞ്ചവും പുറത്തേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് ഇതിനെ വസീലയാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കും. അങ്ങനെ അവർക്ക് മഴ ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. മനസ്സിലായില്ല? അതാണ് ഹുർമുസാന്റെ ഖജനാവിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് എന്താ ചെയ്തത്? നമ്മൾ അവിടെ മനസ്സിലാക്കണം. ഒരു പ്രവാചകന്റെ മയ്യത്ത് യാതൊരു കേടുപാടുമില്ലാതെ, എന്നിട്ട് അബുൽ ആലിയ പറയുന്നു, ഞാനത് കണ്ടു, അത് വലിയ കേടുപാടൊന്നുമില്ലാതെ ആ മയ്യത്ത്, ഏകദേശം ചില താടി രോമങ്ങൾ മാത്രം അവിടെ ഇവിടെയൊക്കെ പൊഴിഞ്ഞിരിക്കുന്നു. എന്താ ഒരു പ്രവാചകന്റെ മയ്യത്ത് കിട്ടിയപ്പം ഖലീഫ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു രോമം കിട്ടിയപ്പോൾ നമ്മുടെ മുസ്ലിയാക്കന്മാർ അതുമായിട്ട് വാണിഭം നടത്തില്ലേ? അത് വെള്ളത്തിൽ കലക്കി പിന്നീട് രോമമാണെന്നേ പറഞ്ഞോളൂ.
ഒരു പ്ലാസ്റ്റിക്കിന്റെ നാര് കിട്ടിയെന്ന സംശയമുണ്ടായപ്പോൾ തന്നെ കോടികൾ സമ്പാദിച്ചു. എന്നാൽ ഇസ്ലാമിന്റെ ഖലീഫ എന്താ ചെയ്തത്? ശരി, അദ്ദേഹം വാണിഭം നടത്തിയോ? അല്ലെങ്കിൽ അത് വീതം വെച്ചിട്ട് അതിന്റെ താടി രോമോ മുടിയൊക്കെ നഖമൊക്കെ പലർക്ക് അയച്ചു കൊടുത്തോ? ഇല്ല. അദ്ദേഹം പകലിൽ ഏകദേശം 10-11 കുഴി കുത്താൻ പറഞ്ഞു, ഖബർ കുഴിക്കാൻ പറഞ്ഞു പകലിന്. എന്നിട്ട് രാത്രിയിൽ ആരും അറിയാത്ത രീതിയിൽ ഈ 10-11 കുഴിയിൽ ഏതോ ഒരു ഖബറിൽ വെച്ചിട്ട് ആ മൃതദേഹം ഖബറടക്കി. നേരം വെളുത്ത് ജനങ്ങൾ നോക്കിയപ്പോൾ എവിടെ അടക്കിയതെന്ന് ആർക്കും ഒരു പിടുത്തമില്ല. മനസ്സിലായില്ലയോ? എവിടാ ഇത് അടക്കിയതെന്ന് ആരും തിരിച്ചറിയാത്ത നിലയിൽ സയ്യിദുന മൗലാന അമീറുൽ മുഅ്മിനീൻ രണ്ടാം ഖലീഫ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധീരമായ മാതൃക കാണിച്ചു. എന്താ? ഇതൊരു നബിയുടെ മയ്യത്ത് കിട്ടിയാൽ ആരെങ്കിലും വെറുതെ വിടുവോ? വെറുതെ വിടുവോ? ഒരു പടച്ചട്ട കിട്ടിയത് തന്നെ നമ്മുടെ മുസ്ലിംകാർ ഒരുപാട് കാശുണ്ടാക്കി. കാശ് എവിടെ പോയെന്നറിയാൻ വയ്യ. ഇപ്പൊ ജനങ്ങൾ പല സംശയങ്ങളും ചോദിക്കുമെന്ന് കരുതി കാശ് എവിടെ പോയി എന്ന് ചോദിക്കുമെന്നുള്ള സംശയം കൊണ്ട് അദ്ദേഹം ആദ്യം ഒരു യാത്ര നടത്തി. പിന്നെയും കാശ് ചോദിക്കുന്ന സമയം ഉണ്ടായപ്പോൾ ചോദിക്കുമെന്ന് സംശയിച്ചപ്പോൾ അടുത്ത യാത്രയ്ക്ക് മുസ്ലിംകാർ പിന്നെ ഇറങ്ങി. കാരണം എവിടെയെങ്കിലും ഇരുന്നാലേ ചോദ്യം വരുന്നത്. ഇപ്പോൾ ഒരുപാട് തരികിടകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അബുൽ ആലിയ പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 11ഓളം കുഴി കുഴിച്ചുകൊണ്ട് തിരിച്ചറിയാത്ത നിലയിൽ ആ ദാനിയേൽ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മയ്യത്ത് ഖബറടക്കി. ഇത് ഞാൻ പറഞ്ഞത് ഒരു ഖലീഫയുടെ മാതൃക ഇതാണ്. ആസാറുകളും തബറുക്കുകളും തേടി നടക്കുന്നവർക്ക് ഖലീഫയിൽ നിന്നുള്ള ചര്യ ഇതാണ്. അതൊന്നും ബർക്കത്തെടുക്കുന്ന സാധനമായി ആരും വിട്ടേച്ചു പോയിട്ടില്ല. എന്നിട്ട് അബുൽ ആലിയ പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലഘട്ടത്തിൽ ഹുർമുസാന്റെ ഖജനാവ് തുറന്നു, മുസ്ലിം സമൂഹത്തിന് സമ്പത്ത് വീതം വയ്ക്കപ്പെട്ടു. ഒന്നാമത്തെ സംഭവം ഉണ്ടായി ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്ത് ഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ബലദൻ അംനൻ ആമിന എന്ന് പറയുന്നത് അത് മുസ്ലിമീങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ നിർദ്ദേശമാണ്. എന്ത്? ഒരിക്കലും ഒരു ഭരണാധികാരിക്ക് നമ്മൾ നൽകിയ ബൈഅത്ത് ഇന്ന് ലോകത്ത് നമുക്കറിയാം. ഇസ്ലാമിക ചരിത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പോരാട്ടം എത്ര? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് പല ജിഹാദുകൾ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് പങ്കെടുത്തതുണ്ട്, പങ്കെടുക്കാതെ നബി സേന അയച്ചതുണ്ട്. ഈ സൈനിക നടപടികളിൽ ലോകത്ത് എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട്? മരിച്ചവരുടെ എണ്ണം നമ്മൾ കണക്കൂട്ടി നോക്ക്, 1000-ഓളം കടന്നിട്ടില്ല. പക്ഷേ ഇന്ന് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ എന്ന പേരിൽ ലോകത്തിന്റെ ഓരോ കോണുകളിലും ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്നത് ഈജിപ്തിൽ നമ്മൾ കണ്ട്. എന്താ? ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു. എന്താ? ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് മരിച്ചു വീണു. പോലീസുകാർ, സിവിലിയൻ ജനങ്ങൾ ആയിരക്കണക്കിന്, 10,000-കണക്കിന്. 30ഓളം വർഷം ഹുസ്നി മുബാറക്ക് ഭരിച്ച കാലഘട്ടത്തിൽ അയാൾ എത്ര വലിയ മാലിമാണെങ്കിലും ശരി, ജനങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അയാൾ അതിക്രമിയാണ്. പക്ഷേ ഭരണാധികാരി കൊണ്ട് മുസ്ലിമിനുണ്ടാകുന്ന ബാധ്യത എത്രത്തോളമാ? ഭരണാധികാരി നമസ്കാരത്തിന് തടഞ്ഞാൽ മാത്രമേ അയാളെ ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം അധികാരം നൽകിയ ഭരണാധികാരിയെ ചോദ്യം ചെയ്യാൻ വ്യക്തികളായ നമുക്ക് അർഹതയില്ല. അത് ആർക്ക് മാത്രമാണ്? അത് അള്ളാഹുവിന് മാത്രമേ ഉള്ള അധികാരം. ഭരണാധികാരിയെ ചോദ്യം ചെയ്യേണ്ടത് അള്ളാഹു ആണ്. സൽത്തനത്തും ഹുക്കുമും നൽകിയത് അള്ളാഹു ആണ്. ഭരണാധികാരിയെ ചോദ്യം ചെയ്യുന്നത് അള്ളാഹു ആണ് എന്ന് കരുതി ഭരണാധികാരിക്ക് യാതൊരു ബാധ്യതയും ഇല്ലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ നൽകുന്ന പല ആളുകളെയും എണ്ണി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ? നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഭരണാധികാരി കാണിക്കുന്നതിന് കണ്ണടക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരുപാട് വിഷയങ്ങൾ ഭരണാധികാരികൾ പാലിക്കേണ്ടതുണ്ട്. പക്ഷേ സിവിലിയൻ, പൊതുജനങ്ങൾ ഒരിക്കലും ഭരണാധികാരിയെ ചോദിക്കാൻ പാടില്ല. കാരണം അധികാരം എന്ന് പറയുന്നത് അത് അള്ളാഹു നൽകിയതാണ്. ഹുക്കുമുൻ സൽത്തനത്തും ഭരണാധികാരിയെ ചോദ്യം ചെയ്യേണ്ടത് അത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. അവന് നൽകിയ അധികാരം കൃത്യമായി അവൻ വിനിയോഗിക്കാത്ത സമയത്ത് അള്ളാഹുവിന്റെ തീരുമാനമുണ്ടാകും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 30ഓളം വർഷം ഈജിപ്തിൽ ഹുസ്നി മുബാറക്ക് ഭരിച്ച കാലഘട്ടത്തിൽ അവിടെ ശാന്തിയും സമാധാനവും ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് സ്വസ്ഥമായി അവരുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ചില ആളുകൾ അങ്ങനെ ചില സ്ക്വയറുകളിലും വഴിയിലുമൊക്കെ ഭരണം മാറാൻ വേണ്ടി ഇറങ്ങി നിന്നപ്പോൾ എന്ത് സംഭവിച്ചു? വീട്ടിൽ ഒരു മനുഷ്യന് സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കില്ല. അങ്കലാപ്പിലായി സ്ത്രീകളുള്ളവർ, പെൺമക്കളുള്ളവർ വീട്ടിൽ ആയുധങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. കോടാലിയും മൺവെട്ടിയും എടുത്ത് വാതിലിൽ വെച്ചിട്ടാണ് പലരും വീട്ടിൽ കിടന്നുറങ്ങുന്നത്. അത്രത്തോളം വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടായി.
ഇതൊക്കെ അവരുമായി നേരിൽ സംവദിക്കുകയും സംഭാഷണം നടത്തുകയും ചെയ്തതിലൂടെ ഉണ്ടായ അറിവുകളാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് അസുരക്ഷിതത്വം, ഭരണാധികാരികൾക്കെതിരെ നമ്മൾ എന്നും സമരം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അവർ ആയുധമുള്ളവരാണ്, പടക്കോപ്പുകളുള്ളവരാണ്, പട്ടാളവും പോലീസും അവരുടെ കൈവശമുണ്ട്. വളരെ നിഷ്കരുണം, യാതൊരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ അവർ നേരിടും എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ശാന്തി സമാധാനത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒരൊറ്റ ചിന്താഗതികളിലും നമ്മൾ ഇടപെടാൻ പാടില്ല, അവരുമായി കൂട്ടുകൂടാൻ പാടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങി പുറപ്പെട്ടവരാണ് ആര്? ഖവാരിജുകൾ എന്നറിയപ്പെടുന്നത്. അത് ലോക അവസാനം വരെയും പല പേരുകളിലും അവരുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ ഖുർആൻ പാരായണം നിങ്ങളെ അത്ഭുതപ്പെടുത്തും, അവരുടെ നമസ്കാരം നിങ്ങളെ അത്ഭുതപ്പെടുത്തും, അവരുടെ ഇബാദത്ത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും. എന്താ? മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൊലപ്പെടുത്തിയത് ആരാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തിയത് ആരാ? ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രയും വലിയ ഒരു പണ്ഡിതൻ വേറെ ഇല്ലായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഈ രണ്ടാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബിന്റെ കാലഘട്ടത്തിൽ ഈജിപ്തിലെ ഗവർണറായിരുന്ന അംർ ഇബ്നുൽ ആസ് ഈജിപ്തിൽ നിന്ന് ഒരു കത്തയച്ചു ഖലീഫയ്ക്ക്. എന്താ പറഞ്ഞത്? മദീനയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതനെ, ഖുർആൻ പണ്ഡിതനെ ഈജിപ്തിലേക്ക് അയച്ചു തരണം. ഈജിപ്തിലെ ഗവർണറാണ് ആര്? അംർ ഇബ്നുൽ ആസ്. അതുകൊണ്ടാണ് ഈജിപ്തിൽ മസ്ജിദ് അംർ ഇബ്നുൽ ആസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ പള്ളിയുണ്ട്, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച പള്ളി, ആ പേര്. അങ്ങനെ അംർ ഇബ്നുൽ ആസ് കത്തയച്ചു, അവിടത്തേക്ക് അയച്ചു തരണം ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതരെ, കാരണം ഈ ജനങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഉമറുൽ ഖത്താബ് തെരഞ്ഞെടുത്തു, മദീനയിലെ ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതനെ തെരഞ്ഞെടുത്തു. ആരായിരുന്നു അത്? അബ്ദുറഹ്മാൻ ഇബ്നുൽ മുൽജിം അല്ലേ? തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിന് ഈജിപ്തിലേക്ക് അയച്ചു. മാത്രമല്ല ഖലീഫ അയച്ച കത്തിനകത്ത് പ്രത്യേകം എഴുതി, ഈ വരുന്ന ആൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതനാണ്, ഏറ്റവും വലിയ ആദരണീയനാണ്. അതുകൊണ്ട് എന്ത് വേണം? ഇദ്ദേഹത്തിന് പ്രത്യേക അക്കോമഡേഷൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം. സാധാരണക്കാരനല്ല, കത്തിനകത്ത് എഴുതിയിരിക്കുക, പ്രത്യേകം സംവിധാനങ്ങൾ അവിടെ താമസിക്കാൻ വേണ്ടി ഏർപ്പെടുത്തി കൊടുക്കണം, വലിയ പണ്ഡിതനാണ്, നിങ്ങൾ ആദരിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കത്തെഴുതി കൊടുത്ത, അയച്ച് കത്തോടുകൂടി യാത്ര ചെയ്ത അദ്ദേഹമാണ് പിന്നീട് തീവ്രവാദികളുടെ ചിന്തകളിൽ ആകൃഷ്ടരായി എവിടെ വെച്ച്? ഈജിപ്തിൽ വെച്ച് തീവ്രവാദികൾ. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് മടങ്ങി വരാത്ത ആളുകൾ ഛിന്ന ഭിന്നമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, കുറെ ആളുകൾ ഈജിപ്തിലേക്ക് പോയി, കുറെ ആളുകൾ യമനിലേക്കും ഇറാഖിലേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും കുടിയേറി. അങ്ങനെയുള്ള ആളുകളുടെ അവരുടെ തീവ്രവാദ ചിന്തകളിൽ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ആകൃഷ്ടനായി. അങ്ങനെ അദ്ദേഹത്തിന് തോന്നി, എന്താ? നാലാം ഖലീഫ അലി ബിൻ അബി താലിബിന്റെ ഭരണത്തിൽ അദ്ദേഹത്തിന് എന്താ പറയുന്നത്? ഭരണത്തിൽ തീവ്രത പോരാ എന്ന് തോന്നി. ആരാ അലി ബിൻ അബി താലിബ്? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ കെട്ടിയ പ്രിയപ്പെട്ട മരുമകന. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഇസ്ലാമിയത്ത് പോരാ എന്ന് തോന്നി. അവസാനം ഗൂഢാലോചനയിൽ അകപ്പെട്ടു. ആരെ കൊലപ്പെടുത്തി? കൂഫയിലെ തന്റെ ഭരണശിരാ കേന്ദ്രത്തിൽ വെച്ച് അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തി. ആര്? ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതനായ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ആരെ കൊലപ്പെടുത്തി? നാലാം ഖലീഫ അലി ബിൻ അബി താലിബിനെ കൊലപ്പെടുത്തി റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ മുൽമ്. മാത്രമല്ല ശിക്ഷ വിധിച്ച സമയത്ത് അവസാനം അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം തിരിച്ച് അതിന് പ്രതിക്രിയയായി വധിക്കപ്പെട്ടു. ആ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം പറഞ്ഞ എന്താണെന്നറിയാം? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം പറഞ്ഞു, എന്റെ നാക്ക്, അയാളുടെ ഓരോ ളാലിമീങ്ങൾക്കുള്ള ശിക്ഷ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കൈകാലുകൾ മുറിച്ചു മാറ്റപ്പെട്ടു. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിന്റെ അയാൾ പറഞ്ഞത്, എന്റെ നാക്ക് നിങ്ങൾ ഏറ്റവും അവസാനം മാത്രമേ മുറിക്കാവുള്ളൂ. കാരണം എന്താ? എനിക്ക് ആ സമയം കൂടി ഇബാദത്ത് ചെയ്യണം. മനസ്സിലായില്ല? അത്രയും നേരം കൂടി എനിക്ക് ദിക്റുല്ലാഹിയിൽ ദിക്റും തസ്ബീഹും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരാൾ ആബിദാകുക എന്നുള്ളതോ സാലിഹാകുക എന്നുള്ളതൊന്നും അല്ല തീവ്രവാദി ആകുന്നതിന്റെ മാനദണ്ഡം. തീവ്രവാദികൾ വലിയ വലിയ ഭക്തന്മാരായിരുന്നു, വലിയ വലിയ ആബിദീങ്ങളും സാലിഹുകളുമായിരുന്നു. അതുകൊണ്ട് അത്തരം ചിന്താഗതികളിൽ നമ്മൾ ഒരിക്കലും സ്വാധീനിക്കപ്പെടാൻ പാടില്ല. ഭരണാധികാരികൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുന്ന കണ്ടാൽ അവന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഖവാരിജുകളുടെ ചിന്തയാണ്.
ഇത്തരം ചിന്തകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിന്റെ ഇസ്മും റസ്മും അതിന്റെ പേരും പ്രശസ്തിയും മോശമാകുന്ന നിലയിൽ ചിത്രീകരിക്കപ്പെടാൻ കാരണമാകുന്ന ഖവാരിജുകളിൽ നിന്നും അള്ളാഹു നമ്മെ അവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയിൽ എന്നും ശാന്തിയും സമാധാനവും അള്ളാഹു വർഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ശാന്തി സമാധാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات. اللهم يا قاضي الحاجات سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.